സ്കൂളിൽ പഠിക്കുമ്പോൾ ഏറ്റവും ഗതികെട്ട പിള്ളേരാരാന്നറിയോ? ഏപ്രിലും മെയിലും ബർത്ത്ഡേ ഉള്ളവർ. ഞാനൊരു ഏപ്രിൽ വസന്ത, അതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഓരോ പിള്ളേർ ബർത്ത്ഡേക്ക് കളർ ഡ്രസ്സും ഇട്ട് ഒരു പാക്കറ്റ് മിഠായി ഒക്കെ ആയിട്ടങ്ങ് വരും. ബാക്കി നമ്മളെല്ലാവരും എണീറ്റ് നിന്ന് ഹാപ്പി ബർത്ത്ഡേ ടു യും പാടി അവരുടെ മിഠായി വാങ്ങി അവിടെ ഇരിക്കും. അപ്പോൾ കൂടെ ഇരിക്കുന്നവരോ, എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഈ ഡ്രസ്സ് ഇടും, ആ മിഠായി കൊണ്ടുവരും, അത് ചെയ്യും, ഇത് ചെയ്യും, 100,000 പ്ലാനിങ്ങും. ഞങ്ങളുടെ സ്കൂളിലാണെങ്കിൽ 9th തൊട്ട് 12th വരെ സമ്മർ വെക്കേഷൻ ക്ലാസ്സസ് ഉണ്ടായിരുന്നു. മെയ് മാസം മാത്രം. അപ്പം മെയിൽ ബർത്ത്ഡേ ഉള്ളവർക്ക് സെലിബ്രേറ്റ് ചെയ്യാലോ. എല്ലാവരും സ്പെഷ്യൽ ക്ലാസ് വെക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മാത്രം പ്രാർത്ഥന, അല്ലാ ഏപ്രിൽ തൊട്ട് സ്പെഷ്യൽ ക്ലാസ് വെക്കണേ എന്നായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് അവസാനം ഞാൻ 12th പഠിക്കുമ്പോൾ ഏപ്രിൽ 10ാം തീയതി മുതൽ ക്ലാസ് വെച്ചു. എല്ലാ പിള്ളേരും പ്രാഗി നേർന്ന് ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ മാത്രം ഓരോ ദിവസവും എക്സൈറ്റഡ് ആയിട്ട് 17ാം തീയതി ആവാൻ നോക്കിയിരിക്കും. പക്ഷേ ചെറിയൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. അന്ന് തന്നെയായിരുന്നു എൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ 50th വെഡിങ് ആനിവേഴ്സറി. നമ്മളെല്ലാവരും അന്ന് തറവാട്ടി കൂടാന്ന് നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നു. എനിക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റണില്ലായിരുന്നു. എനിക്ക് സങ്കടം വന്നാൽ വാപ്പിക്ക് സഹിക്കാൻ പറ്റൂല. അപ്പോൾ വാപ്പി പറഞ്ഞു, ഉമ്മ സ്കൂളിൽ പോയിക്കോ, എന്നിട്ട് ഉച്ചയാകുമ്പോൾ വാപ്പി ഉമ്മയും വരാം, അത് കഴിഞ്ഞ് നമുക്ക് തറവാട്ടിലോട്ട് പോകാമെന്ന്. അങ്ങനെ ആ ഏപ്രിൽ 17 ആദ്യമായിട്ട് ഞാൻ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഒരു പാക്കറ്റ് മിൽക്കി ബാറിൻ്റെ എക്ലൈസൊക്കെ സ്കൂളിൽ പോയി ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. ഉച്ചയായപ്പോൾ വാപ്പിയും ഉമ്മയും വന്നു. നമ്മൾ തറവാട്ടിൽ പോയി എല്ലാവരും ഒത്തുകൂടി നല്ല സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. അന്നായിരുന്നു എൻ്റെ ഗ്രാൻഡ് പേരൻസ് ഒരുമിച്ച് അവസാനമായിട്ട് അവരുടെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തത്. അടുത്ത ഏപ്രിലിൽ